നമസ്കാരം, ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കയ്പമംഗലം നിയോജക മണ്ഡലത്തിലെ മിനി സിവിൽ സ്റ്റേഷൻ എന്ന ചിരകാല സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു. അന്തിക്കാട് അനധികൃതമായി ഇതര സംസ്ഥാന തൊഴിലാളികളെ താമസിപ്പിച്ചിരുന്ന കെട്ടിടം അടച്ചുപൂട്ടാൻ അധികൃതർ നിർദ്ദേശം നൽകി. പഴുവിൽ കാരുണ്യ നാടകോത്സവം സമാപിച്ചു. വാർത്തകൾ വിശദമായി. കയ്പമംഗലം നിയോജക മണ്ഡലത്തിലെ മിനി സിവിൽ സ്റ്റേഷൻ എന്ന ചിരകാല സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു. ശ്രീനാരായണപുരം പള്ളിനടയിൽ നടന്ന ചടങ്ങിൽ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ മിനി സിവിൽ സ്റ്റേഷന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. നവകേരള സദസ്സിന്റെ ഭാഗമായി ജില്ലയ്ക്ക് ലഭിച്ച വികസനത്തിൽ നിർമ്മാണം ആരംഭിക്കുന്ന ആദ്യ പ്രവൃത്തിയാണ് കയ്പമംഗലം സിവിൽ സ്റ്റേഷൻ എന്ന മന്ത്രി പറഞ്ഞു. കൂട്ടിമുട്ടാൻ ജീവിതത്തിൽ മറ്റൊരു വഴിയുമില്ലാതെ കാത്തിരിക്കുന്ന ആ 62 ലക്ഷം മനുഷ്യരുടെ കൈകളിലേക്ക് സഹകരണ സംഘ ജീവനക്കാരിലൂടെ ഈ നവംബർ മാസം മുതൽ സർക്കാർ കൊടുക്കുന്ന സംഖ്യ 2000 രൂപയായി വർദ്ധിപ്പിച്ചുകൊണ്ടാണ് കേരളത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളിരിക്കുന്നുണ്ട്. നാളത്തെ പ്രതീക്ഷകളാണ് അവര്. 1 ലക്ഷത്തിൽ താഴെ വരുമാനമില്ലാത്ത കുടുംബങ്ങളിലെ കുട്ടികൾ അവരുടെ എല്ലാ വിധത്തിലുള്ള സ്കിൽ പരിപാടികളും IT, പോളി ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞ് ഒരു ജോലിക്ക് വേണ്ടി, ഒരു പ്രൊഫഷണൽ ജോലിക്ക് വേണ്ടി അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ വണ്ടിക്കൂലിക്ക് പണം കൊടുക്കാൻ പറ്റാതെ കൂലിപ്പണിക്ക് പോകുന്ന അച്ഛനമ്മമാര് പെടുന്ന പടാപ്പാട് ചെറുതല്ല. ഒരു പരീക്ഷ എഴുതാൻ പോലും കുട്ടിക്ക് പണം കൊടുക്കാൻ പറ്റാതെ മാസം 1000 രൂപ അവരുടെ കൈകളിൽ എത്തിച്ചു കൊടുത്താണ് ഈ നവകേരളത്തെ കേരളം സ്വീകരിക്കാൻ പോകുന്നത്. ഞാനെല്ലാം പറയല്ല. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച 3 കോടി രൂപയും ബജറ്റിലെ പ്ലാൻ ഫണ്ടിൽ നിന്നുമുള്ള 5 കോടി രൂപയും ചിലവഴിച്ചാണ് 5 നില കെട്ടിടം നിർമ്മിക്കുന്നത്. ചടങ്ങിൽ ഇ ടി ടൈസൺ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ MS മോഹനൻ, സീനത്ത് ബഷീർ, KP രാജൻ, TK ചന്ദ്രബാബു, ശോഭന രവി, വിനീത മോഹൻദാസ്, സജിത പ്രദീപ്, ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ, തഹസീൽദാർ M ശ്രീനിവാസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മിക്കുന്നതിനായി സ്ഥലം വിട്ടു നൽകിയ പൊന്നാമ്പടിക്കൽ ഇബ്രാഹിം ഹാജി ഭാര്യ ഹാജറയെ ചടങ്ങിൽ ആദരിച്ചു. ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിന്റെ ലൈഫ് ഭവന പദ്ധതിയിൽ 517 വീടുകളുടെ പ്രഖ്യാപനവും ക്ഷീരഗ്രാമം പദ്ധതിയുടെ പ്രഖ്യാപനവും ചടങ്ങിൽ നടന്നു. ദേശീയപാത നിർമ്മാണം നടക്കുന്ന മതിലകം ബൈപ്പാസിലെ സർവീസ് റോഡുകൾ സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ പഞ്ചായത്ത് അംഗം OA ജെൻറിന്റെ നേതൃത്വത്തിൽ മതിലകം പള്ളിവളവ് മേൽപ്പാലത്തിനടിയിൽ ഉപരോധ സമരം നടത്തി. സർവീസ് റോഡിലെ ചളി നിറഞ്ഞ റോഡ് ശരിയാക്കി സഞ്ചാരയോഗ്യമാക്കണമെന്നും പഴുന്തല ഭാഗത്തെ വെള്ളക്കെട്ട് ദുരിതം പരിഹരിക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. മതിലകം പോലീസ് സ്ഥലത്തെത്തി ദേശീയപാത നിർമ്മാണ കമ്പനി അധികൃതരുമായി സംസാരിച്ച് നവംബർ 4-ാം തീയതിക്കുള്ളിൽ പ്രശ്നം പരിഹരിക്കാമെന്ന ഉറപ്പിൽ ഉപരോധ സമരം അവസാനിപ്പിച്ചു. റോണി ജോർജ്, ബേബി കരിയാപ്പിള്ളി, ജോൺസൺ ചെടിവളപ്പിൽ, ക്ലീറ്റസ് തീയാടി, ലാലി സജി, ടെറിൻ പീറ്റർ, ബിജോയ് ഐക്കിരിയാത്ത് തുടങ്ങി 60ഓളം പേർ പങ്കെടുത്തു. കേരള സർക്കാരിന്റെ ജനപക്ഷ ബദൽ നയങ്ങൾ ശക്തിപ്പെടുത്തുക, കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ തിരുത്തുക, കേരളത്തെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നടപടികൾ അവസാനിപ്പിക്കുക, സിവിൽ സർവീസിനെ സംരക്ഷിക്കുക, വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളെ തകർക്കാനുള്ള നീക്കം തടയുക, വർഗീയതയെ ചെറുക്കുക തുടങ്ങി മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന ജീവനക്കാരുടെയും അധ്യാപകരുടെയും സമരൈക്യ പ്രസ്ഥാനമായ ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ നാട്ടിക മേഖല കാൽനട ജാഥയ്ക്ക് തളിക്കുളം സെന്ററിൽ സ്വീകരണം നൽകി. ജാഥ ക്യാപ്റ്റൻ KSTA ജില്ലാ സെക്രട്ടറി C സാജൻ ഇഗ്നേഷ്യസിന് വിവിധ വർഗ ബഹുജന സംഘടനകൾ ഹാരാർപ്പണം നടത്തി. P കല അധ്യക്ഷത വഹിച്ചു. ഷീജ പാറയിൽ, KC ഗിരീഷ്, T വിനോദിനി, സ്വീകരണ കമ്മിറ്റി ചെയർമാൻ ഗോകുലൻ, NK സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. നാട്ടിക, തൃപ്രയാർ, വലപ്പാട്, ചന്ത എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം എടമുട്ടത്ത് 1-ാം ദിന ജാഥ സമാപിച്ചു. ആന്ധ്രാപ്രദേശിൽ ഡിസംബർ അവസാന വാരം നടക്കുന്ന ദേശീയ സ്കൂൾ അണ്ടർ
14 വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന സംസ്ഥാന ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട തൃപ്യാർ TSGA വോളിബോൾ അക്കാദമിയിലെ നവമി ആനന്ദിനെ TSGA അനുമോദിച്ചു. കഴിഞ്ഞ 15 മാസമായി TSGA വോളിബോൾ അക്കാദമിയിൽ പരിശീലനം നൽകിയിരുന്നത് കോച്ച് PC രവിയാണ്. നാട്ടിക SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് നവമി. അനുമോദന ചടങ്ങിൽ TSGA ചെയർമാൻ മുൻ MP TN പ്രതാപൻ സ്പോർട്സ് കിറ്റ് സമ്മാനിച്ചു. ജനറൽ സെക്രട്ടറി CG അജിത് കുമാർ, ട്രഷറർ TR ദിലിരത്നം, PK സുഭാഷ് ചന്ദ്രൻ മാസ്റ്റർ, പ്രൊഫസർ VK സരസ്വതി, കോച്ച് PC രവി, ഡോക്ടർ BS ശങ്കരനാരായണൻ, CM നൌഷാദ്, VC രഞ്ജിത്ത് സിംഗ് എന്നിവർ സംസാരിച്ചു. വലപ്പാട് കാക്കനാട്ട് ആനന്ദിന്റെയും സിന്ധുവിന്റെയും ഏകമകളാണ് നവമി. അപ്പോൾ നമ്മുടെ ക്യാമ്പിൽ പങ്കെടുത്തവർ കസ്റ്റംസിൽ, നേവിയിൽ, KSEBിൽ, കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ഒരുപാട് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഇന്ന് വോളിബോൾ കൊണ്ട് കായിക താരമായതിനാൽ ഗവൺമെൻറ് ജോലി വരെ കിട്ടി ജീവിതം സുരക്ഷിതമാക്കിയ നിരവധി മക്കളുണ്ട്. ആ കാര്യം അഭിമാനത്തോടു കൂടി ഈ സന്ദർഭത്തിൽ പങ്കുവയ്ക്കുകയാണ്. നമ്മുടെ കൂടെ നിന്ന് പെൺകുട്ടികൾ നേരത്തെ കുറവായിരുന്നു. നമ്മുടെ ആൺകുട്ടികളായിരുന്നു നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന കോച്ചിങ് ക്യാമ്പിലെ ഏറ്റവും കൂടുതൽ എലൈറ്റ് വോളിബോൾ അക്കാദമിയിലൂടെയും വളർന്നു വന്നവർ. ഇപ്പോൾ നമുക്ക് നമ്മുടെ മക്കൾ, ഏറ്റവും ഇളം തലമുറയിൽപ്പെട്ട നമ്മുടെ പേരമക്കളെന്ന് പറയാവുന്ന മക്കൾ ഈ കേരളത്തിൽ തന്നെ മിടുക്കികളായി മാറുകയാണ്. അതിൽ ഏറ്റവും പുതുതായി നവമി TSGയുടെ അഭിമാനമായി, തൃശ്ശൂരിൻ്റെ അഭിമാനമായി കേരളത്തിൻ്റെ ടീമിലേക്ക് സെലക്ഷൻ കിട്ടിയിരിക്കുന്നു. മണപ്പുറം ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ ഏകദേശം 5 ലക്ഷത്തിലധികം രൂപ ചെലവിൽ വലപ്പാട് ഗ്രാമപഞ്ചായത്ത് 8ാം വാർഡ് നെറ്റിക്കോട് പ്രദേശത്ത് സ്ഥാപിച്ച വാട്ടർ കിയോസ്കിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് നിർവഹിച്ചു. വാർഡ് മെമ്പർ അജ്മൽ ഷെരീഫ് അധ്യക്ഷത വഹിച്ചു. ശുദ്ധമായ കുടിവെള്ള ലഭ്യത കുറവ് പലപ്പോഴും പ്രതിസന്ധിയിലാക്കുന്ന ഈ പ്രദേശത്ത് വാട്ടർ കിയോസ്ക് സ്ഥാപിച്ചതിലൂടെ പ്രദേശവാസികൾക്കും യാത്രക്കാർക്കും കുടിവെള്ള ലഭ്യത ഉറപ്പായി. വാട്ടർ കിയോസ്ക് സ്ഥാപിക്കുവാൻ സൗജന്യമായി സ്ഥലം വിട്ടു നൽകിയ നമ്പട്ടി കോച്ചൻ മകൻ അശോകനെയും വാർഡ് മെമ്പർ അജ്മൽ ഷെരീഫിനെയും നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആദരിച്ചു. മണപ്പുറം ഫൗണ്ടേഷൻ CEO ജോർജ് D ദാസ് മുഖ്യാതിഥിയായി. ചടങ്ങിൽ മണപ്പുറം ഫൗണ്ടേഷൻ CSR ഹെഡ് ശിൽപ ട്രീസ സെബാസ്റ്റ്യൻ, മൈബ്രോ സെയിൽസ് ഹെഡ് ചന്ദ്രൻ EP, ഉണ്ണികൃഷ്ണൻ, ജസ്ലാമോൾ N, ഗ്രേസ് തോമസ്, VB ഷെരീഫ് മാസ്റ്റർ, മോഹൻദാസ് വടക്കുംചേരി, MS വിജയൻ, സതീശൻ നമ്പട്ടി, ശിവരാമൻ, ബേബിരാജൻ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്തിലാണ് കൂടുതലായിട്ടും മൈഗ്രൻസ് താമസിക്കുന്നത്. കാരണം മണപ്പുറത്തിൻ്റെ ഹെഡ് ഓഫീസും മറ്റു കാര്യങ്ങളുമെല്ലാം പ്രവർത്തിക്കുന്നത് വലപ്പാട് പഞ്ചായത്തിലാണ്. അപ്പോൾ ഒരുപാട് കേരളത്തിൽ നിന്ന് പുറത്തുള്ള കുറേ ആളുകൾ നമ്മളുടെ അവിടെ താമസിക്കുന്നത്. അപ്പോൾ ഒരുപാട് ആളുകൾ അങ്ങനെ വെള്ളം എടുക്കാൻ വരുന്ന ആളുകൾ ഇപ്പോൾ നമ്മൾ ദിനം പ്രതി കാണുന്നതാണ്. പ്രത്യേകിച്ച് 16ാം വാർഡിലും 5ാം വാർഡിലൊക്കെയാണ് എല്ലാവരും താമസിക്കുന്നത്. അപ്പോൾ അവരൊക്കെ വെള്ളം എടുക്കാൻ വരുന്നത് നമ്മളുടെ ഈ വാട്ടർ കിയോസ്കുകളിൽ നിന്നൊക്കെയാണ്. നമ്മളത് ഡെയിലി കാണുന്നതാണ്. അപ്പോൾ ഞങ്ങൾക്ക് പ്രിയപ്പെട്ട നന്ദേട്ടനോട് ഇനിയും പറയാനുള്ളത്, അദ്ദേഹം ഞങ്ങൾക്ക് വാട്ടർ കിയോസ്കുകൾ കൂടുതലായിട്ട് തരിക. കാരണം ഇപ്പോൾ തീരദേശത്ത് ഈ ഒരു കുടിവെള്ള ക്ഷാമത്തിന് നമുക്ക് ഒരുവിധം നമുക്ക് ജൽജീവൻ മിഷൻ്റെ കണക്ഷനുകൾ പൂർണ്ണമായിട്ടും വരുന്നത് വരെ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റുന്നത് ഈ വാട്ടർ കിയോസ്കുകൾ കാരണമാണ്. അപ്പോൾ ഇടവേള. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ
പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. വാർത്തകൾ തുടരുന്നു. സാന്ത്വനം സ്പെഷ്യൽ സ്കൂളിൽ പ്രായമായവരും സാന്ത്വനം സ്കൂളിലെ കുട്ടികളും ഒത്തുചേരുന്ന ദിനം തണലിടം സ്കൂൾ അങ്കണത്തിൽ സംഘടിപ്പിച്ചു. ആവണങ്ങാട്ടിൽ കളരി അഡ്വക്കേറ്റ് യു രഘുരാമൻ പണിക്കർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സാന്ത്വനം സ്കൂളിൻ്റെ പരിപാടികളുമായിട്ട് ഇതിൻ്റെ തുടക്കം തൊട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരാളാണ് ഞാൻ. അത് ഈ പ്രവർത്തനങ്ങളുടെ ഷാജിയുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും മനസ്സ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ പ്രവർത്തനത്തിற்கு ഭാഗഭാക്കാവാൻ എനിക്ക് സാധിച്ചിട്ടുള്ളത്. ഈ സ്കൂളിൻ്റെ ഏറ്റവും ചെറിയ അവസ്ഥയിൽ നിന്ന് ഇന്നിപ്പോൾ ഇത്രയും നല്ല ഒരു രീതിയിൽ ഇതിൻ്റെ ഭൗതിക സാഹചര്യങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ട് വളരെ ഭംഗിയായിട്ടും ചിട്ടയോടും കൂടി കുട്ടികളെ നോക്കുവാനും പരിചരിക്കുവാനും അവരുടെ ജീവിതത്തിൽ അവരെ മുന്നോട്ട് കൈപിടിച്ച് കൊണ്ടുപോകാനൊക്കെയുള്ള ഈ ശ്രമത്തിന് ഏറ്റവും ഹൃദയം നിറഞ്ഞ ആശംസകൾ നൽകുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് തണലിടം എന്ന് പറയുന്ന പ്രോഗ്രാം, തണലിടം എന്ന് പറയുമ്പോൾ തണലുള്ള സമയത്ത് നമുക്ക് ഒരുമിച്ചിരുന്ന് സ്വാതന്ത്ര്യം മനസ്സിൻ്റെ നിശ്വാസങ്ങൾ പുറത്തേക്ക് വിടുവാനും പരസ്പരം സംസാരിക്കുവാനും ഒരുമിച്ചിരുന്ന് കൂട്ടായിരുന്ന് വർത്തമാനമൊക്കെ പറയാനായിട്ട് ഉള്ളൊരു കേന്ദ്രമായിട്ട് കൂടി മാറുകയാണിത്. അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ അധ്യക്ഷത വഹിച്ചു. രാംകുമാർ കാട്ടാനിൽ, ചാഴൂർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷൈജു സായിറാം, PTA പ്രസിഡന്റ് രാജി മോഹനൻ, അബൂബക്കർ പൊതുശ്ശേരി, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി റസിയ, മാനേജിംഗ് ട്രസ്റ്റ് MP ഷാജി, സാന്ത്വനം ട്രസ്റ്റ് ട്രഷറർ സുധാകരൻ EG, പ്രധാനാധ്യാപകൻ റിജി മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികളും സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. അന്തിക്കാട് 9-ാം വാർഡിൽ അനധികൃതമായി ഇതര സംസ്ഥാന തൊഴിലാളികളെ താമസിപ്പിച്ചിരുന്ന കെട്ടിടം അടച്ചുപൂട്ടാൻ അധികൃതർ നിർദ്ദേശം നൽകി. മനുഷ്യവിസർജ്യം പുറത്തേക്ക് ഒഴുക്കിവിട്ടത് മൂലം സമീപത്തെ കിണറുകളിൽ ഈക്കോളി ബാക്ടീരിയ കണ്ടെത്തിയിരുന്നു. പരിശോധന നടത്തിയ അന്തിക്കാട് ആരോഗ്യവകുപ്പ് ജില്ലാ ആരോഗ്യവകുപ്പിനും പഞ്ചായത്ത് ഭരണസമിതിക്കും സ്ഥാപനം അടച്ചുപൂട്ടാൻ ശുപാർശ നൽകിയിരുന്നു. ആരോഗ്യവകുപ്പ് ജില്ലാ പ്രതിനിധികളായ ടെക്നിക്കൽ ഓഫീസർ K ഗോപകുമാർ, രതികല TP, ഡോക്ടർ ലക്ഷ്മി M നായർ, ഡോക്ടർ അഭിഷേക് NS, ഫെബിൻ P ബേബി, ഡോക്ടർ സൂസൻ, ഡോക്ടർ സുരേഷ് കുമാർ, ഹെൽത്ത് ഇൻസ്പെക്ടർ MB ബിനോയ് എന്നിവരാണ് പരിശോധനയ്ക്കും നടപടികൾക്കും നേതൃത്വം നൽകിയത്. കാരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ മെമ്പർഷിപ്പ് സ്വീകരിച്ച് കാരുണ്യ നാടകോത്സവത്തിന്റെ സമാപന സമ്മേളനം CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. മുൻ MLA KU അരുണൻ അധ്യക്ഷത വഹിച്ചു. സംവിധായകൻ ഷൈജു അന്തിക്കാട് മുഖ്യാതിഥിയായി. ധനജയൻ K മച്ചിങ്ങൽ, TR ഹാരി, AA കുമാരൻ, ഷാബു വെട്ടിയാട്ടിൽ, സൊസൈറ്റി പ്രസിഡന്റ് സജിത്ത് പാണ്ടാരിക്കൽ, EP സൈമൺ, EVN പ്രേംദാസ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഗുരുവായൂർ ഗാന്ധാര മഗധ എന്ന നാടകം അവതരിപ്പിച്ചു. കാരമുക്ക് ശ്രീനാരായണ ഗുപ്ത സമാജം ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രൊഫഷ്യൻസി ഓഫ് എക്സലൻസ് അവാർഡ് വിതരണം നടത്തി. 2024-25 അക്കാദമിക വർഷത്തിൽ 1-ാം ക്ലാസ് മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികളിൽ നിന്നും പാഠ്യേതര വിഷയങ്ങളിൽ ഏറ്റവും മികവ് പുലർത്തുന്ന വിദ്യാർത്ഥികളെയാണ് അവാർഡ് നൽകി അനുമോദിച്ചത്. വിദ്യാലയത്തിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ് 1,20,000 രൂപ വരുന്ന ഈ അവാർഡ് ഏർപ്പെടുത്തിയത്. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടത്തിയ ചടങ്ങിൽ തൃശൂർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രോഹിത് നന്ദകുമാർ അവാർഡ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. PTA വൈസ് പ്രസിഡന്റ് കണ്ണൻ കൂട്ടാല അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ പ്രദീപ് മാസ്റ്റർ, ഹെഡ് മിസ്ട്രസ് ജയന്തി N മേനോൻ, മണലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ധർമ്മൻ പറത്താട്ടിൽ, പ്രിൻസിപ്പൽ പ്രീത P രവീന്ദ്രൻ, MPTA പ്രസിഡന്റ് ഷാരി ജൂബിൻ എന്നിവർ സംസാരിച്ചു. സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും സമരൈക്യ പ്രസ്ഥാനമായ FSETO കയ്പമംഗലം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. കേരള സർക്കാരിന്റെ ജനപക്ഷ ബദൽ നയങ്ങൾ ശക്തിപ്പെടുത്തുക, കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ തിരുത്തുക, സിവിൽ സർവീസിനെ സംരക്ഷിക്കുക, വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളെ തകർക്കാനുള്ള നീക്കം തടയുക തുടങ്ങിയ മുദ്രാവാക്യം ഉന്നയിച്ചാണ് ജാഥ സംഘടിപ്പിച്ചിട്ടുള്ളത്. ചന്ദ്രാപ്പനിയിൽ നിന്ന് ആരംഭിച്ച ജാഥ കർഷക സംഘം ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ് ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർപേഴ്സൺ ഷീന വിശ്വൻ അധ്യക്ഷത വഹിച്ചു. ജാഥ ക്യാപ്റ്റൻ ഡോക്ടർ U സലീൽ, വൈസ് ക്യാപ്റ്റൻ ബിനോയ് T മോഹൻ, മാനേജർ C ആനന്ദ്, സ്വാഗത സംഘം കൺവീനർ KS കിരൺ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MK ഫൽഗുണൻ, റിനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ജാഥ നാളെ ശ്രീനാരായണപുരത്ത് സമാപിക്കും. വിഭജനത്തെ എതിർക്കുകയും നീണ്ട ദീർഘകാലത്തെ ശക്തമായ പ്രക്ഷോഭത്തിന് ശേഷം ബംഗാൾ വിഭജനം
പരാജയപ്പെടുകയും രണ്ടായി വിഭജിക്കപ്പെട്ട സംസ്ഥാനങ്ങളെ ഒന്നാക്കി മാറ്റുകയും ചെയ്തു എന്നുള്ളതൊക്കെ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് അഭിമാനിക്കാൻ വക നൽകുന്നതാണ്. മണലൂർ പുത്തേഴുത്ത് ഈസ്റ്റ് വെസ്റ്റ് റോഡ് സഞ്ചാരയോഗ്യമാക്കുക, വാർഡ് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റുമായ സൈമൺ തെക്കത്ത് നീതി പാലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് LDF 11 വാർഡ് കമ്മിറ്റി പ്രതിഷേധ സമരവും പന്തംകൊളുത്തി ജാഥയും നടത്തി. LDF കൺവീനർ MR മോഹനൻ ഉദ്ഘാടനം ചെയ്തു. CF ആൻഡ്രൂസ്, KR അഭിരാജ്, PK ചന്ദ്രൻ, TD ജോസ്, PS പ്രസാദ്, ജനാർദ്ദനൻ മണ്ണുമ്മൽ, സുധർമ്മൻ ചിരുകണ്ടത്ത്, TV മനോഹരൻ, അരുൺ ആനന്ദ് എന്നിവർ പങ്കെടുത്തു. ഒരിടവേള കൂടി. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. കഴിഞ്ഞ ദിവസം മത്സ്യബന്ധനത്തിനിടെ കടലിലേക്ക് വീണ് മരണപ്പെട്ട മത്സ്യത്തൊഴിലാളിയായ തളിക്കുളം നമ്പിക്കടവ് ഇസ്കാക്കിരി ആണ്ടി മകൻ ശിവന്റെ കുടുംബത്തിന് അടിയന്തര ധനസഹായം നൽകണമെന്ന് ഭാരതീയ മത്സ്യപ്രവർത്തക സംഘം തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി PV ചന്ദ്രബാബു പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു. വടനപ്പള്ളി തൃത്തല്ലൂർ സെന്ററിലെ ഓട്ടോറിക്ഷ ഡ്രൈവർ ജാബിർ തന്റെ ഓട്ടോറിക്ഷയിലെ ബോക്സിൽ ഇനി 6 മാസത്തെ മടക്കയാത്രയിലൂടെ കിട്ടുന്ന വരുമാനം മണലൂർ ഗ്രാമപഞ്ചായത്തിലെ 17-ാം വാർഡിൽ കണ്ടശ്ശാങ്കടവ് താനാപ്പാടം സ്വദേശി കുറുപ്പൻ വീട്ടിൽ ഷൺമുഖൻ മകൻ അജീഷിന്റെ ചികിത്സാ സഹായ നിധിയിലേക്ക് നൽകും. വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയുടെ ചികിത്സയ്ക്ക് വേണ്ടി ഭീമമായ തുക ആവശ്യമാണ്. ഇതിലേക്കാണ് ജാബിർ മടക്കയാത്ര സഹായം നൽകാൻ തീരുമാനിച്ചത്. തൃത്തല്ലൂർ സെന്ററിൽ നടത്തിയ ചടങ്ങ് വടനപ്പള്ളി ലയൺസ് ക്ലബ്ബ് സീനിയർ പ്രസിഡന്റ് ദേവരാജ് ഉദ്ഘാടനം ചെയ്തു. ചികിത്സയ്ക്കായി ഇത്തരത്തിലുള്ള ഒരു സഹായം ചെയ്യാമെന്ന് പറഞ്ഞാൽ ജാബിർ ചെയ്യുന്ന പ്രവൃത്തി അത്യന്തം പ്രശംസനീയമാണ്. എല്ലാവരും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ കണ്ട് അദ്ദേഹത്തിന് വേണ്ടതായിട്ടുള്ള എല്ലാ ഉത്തരവിക്ക് വേണ്ടതായിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ക്ലബ് പ്രസിഡന്റ് സെൻകുമാർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി റിനീഷ്, അംഗങ്ങളായ ബിജിത്ത്, ഓട്ടോ ഡ്രൈവർമാരായ RM നൌഷാദ്, സലാഹു, അഭിലാഷ്, സച്ചു എന്നിവർ സംസാരിച്ചു. നവംബർ 3 മുതൽ 6 വരെ നടക്കുന്ന വലപ്പാട് ഉപജില്ല കേരള സ്കൂൾ കലോത്സവത്തിന്റെ പന്തൽ കാൽനാട്ട് കർമ്മം കലോത്സവം ചെയർമാനും ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ ബിന്ദു സുരേഷ്, സ്റ്റേജ് ആൻഡ് പന്തൽ കമ്മിറ്റി ചെയർമാൻ ഹർഷവർദ്ധൻ കാക്കനാട്ട്, കൺവീനർ MA ഫൈസൽ, വൈസ് ചെയർമാൻ ബാദുഷ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുശീല സോമൻ, വലപ്പാട് AEO KV അമ്പിളി, ജനറൽ കൺവീനർ CC ബെസ്സി, ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ, ഉപജില്ലാ വികസന സമിതി ഭാരവാഹികൾ, സ്കൂൾ PTA ഭാരവാഹികൾ, വിവിധ സബ് കമ്മിറ്റി കൺവീനർമാർ, സ്റ്റേജ് ആൻഡ് പന്തൽ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. വലപ്പാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തൃശൂർ ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പുതിയ ടോയ്ലറ്റ് ബ്ലോക്കിന്റെ ഉദ്ഘാടനം നടന്നു. ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ ഉദ്ഘാടനം ചെയ്തു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് അധ്യക്ഷയായി. ജനപ്രതിനിധികളായ മഞ്ജുള അരുണൻ, CR ഷൈൻ, EP അജയ് ഘോഷ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ കരാത്തെ മത്സരത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ +1 വിദ്യാർത്ഥിനിയായ ആൻലിയയെ ചടങ്ങിൽ അനുമോദിച്ചു. ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സാവിത്രി PS, ബ്ലോക്ക് മെമ്പർ CR ഷൈൻ, വാർഡ് മെമ്പർ EP അജയ് ഘോഷ്, PTA പ്രസിഡന്റ് ഷഫീഖ് വലപ്പാട്, SMC ചെയർപേഴ്സൺ സരിത രാജു, MPTA പ്രസിഡന്റ് ഇന്ദു KV, VHSC പ്രിൻസിപ്പൽ സിനി PS, ഹെഡ് മിസ്ട്രസ് ഷീജ TG, HSST സീനിയർ അധ്യാപകരായ ഷംസുദ്ദീൻ, മിനി KN എന്നിവർ സംസാരിച്ചു. അത് കഴിഞ്ഞ് തളിക്കുളം ഡിവിഷനിൽ ചെന്നപ്പോൾ വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് ചെയർപേഴ്സൺ ആയിരുന്നു. അപ്പോഴും ഈ വിദ്യാലയത്തിലേക്ക് ഞാൻ വരികയും വിദ്യാലയത്തിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നതാണ്.
ഈ ടൈമിൽ തൃപ്പയാർ ഡിവിഷൻ എന്ന അപ്പോഴും എൻ്റെ ഡിവിഷനിൽ വരുന്ന വിദ്യാലയം എന്ന നിലയ്ക്ക് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ വിദ്യാലയത്തിൽ എനിക്ക് അഭേദ്യമായ ഈ വിദ്യാലയത്തോട് ബന്ധമുണ്ട് എന്ന് ഞാൻ പറയുന്നത്. ഇപ്പോൾ ടോയ്ലറ്റ് ബ്ലോക്ക് വീണം നമ്മുടെ പഴയ കാലത്ത് വളരെയേറെ പൊതുജനങ്ങൾക്ക് ഇവിടെ താമസിക്കുമ്പോൾ ടോയ്ലറ്റിൻ്റെ അഭാവത്തിൽ വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിച്ചതാണ്. നമ്മൾക്ക് കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെ ഭാഗമായി എന്തൊക്കെ എപ്പോഴൊക്കെ സംഭവിക്കുമെന്ന് പറയാൻ കഴിയുകയില്ല. ആ നിലയ്ക്ക് നമുക്ക് ടോയ്ലറ്റ് ബ്ലോക്കുകളുടെ അപര്യാപ്തത അറിയിക്കുകയും നമ്മൾ 18 ലക്ഷം ചെയ്തുകൊണ്ട് 2-3 ബ്ലോക്കുകൾ. നാട്ടിക സർവീസ് സഹകരണ ബാങ്കിന്റെ നാട്ടിക ബീച്ച് ബ്രാഞ്ച് മന്ദിരം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഭ്രാന്താലയത്തിൽ നിന്നുള്ള ഈ കേരളം പരിവർത്തനം ചെയ്യപ്പെട്ടത് എന്ന ചരിത്രത്തിൽ നിന്ന് വേണം മറ്റന്നാൾ കേരളം ആഘോഷിക്കാൻ പോകുന്ന നവകേരളത്തിൻ്റെ പിറന്നാളിലേക്ക് കേരളം കിടക്കും. കേരളം അതിൻ്റെ 70ാമത് പിറന്നാൾ ആഘോഷിക്കുന്ന ഘട്ടത്തിൽ എത്രയോ കേരള മോഡലുകൾ ലോകത്തിൻ്റെ മുമ്പിൽ പകർത്തിയ ഈ കേരളം അഭിമാനത്തോടെ ഒന്നുകൂടി കേരളത്തിൽ പറഞ്ഞു വെക്കുകയാണ്. കേരളത്തിൽ നവംബർ 1-ന് ഈ ലോകത്തിൻ്റെ തലയ്ക്ക് മീതെ ഉദിക്കുന്ന സൂര്യൻ എത്ര പ്രകാശത്തോടെ മലയാളക്കര മുഴുവൻ പ്രകാശം ചൊരിഞ്ഞാലും ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു അംഗം എന്ന നിലയിൽ അഭിമാനത്തോടെ ഞാൻ പറയട്ടെ, തദ്ദേശ സ്വയംഭരണ പ്രസ്ഥാനങ്ങളുടെയും പൊതുസമൂഹത്തിൻ്റെയും മറ്റു വകുപ്പുകളുടെയും എല്ലാം പിന്തുണയോടെ നവംബർ 1-ന് ലോകത്തിൻ്റെ തലയ്ക്ക് മീതെ ഉദിക്കുന്ന സൂര്യൻ എത്ര കരുത്തോടെ പ്രകാശിച്ചാലും അതിദരിദ്രമായ ഒരു കുടുംബത്തെ പോലും കണ്ടെത്താൻ പറ്റാത്ത ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി ഈ കൊച്ചു കേരളം മാറാൻ പോവുകയാണ്. ഒരു ചെറിയ രീതിയല്ല. നവകേരളം എന്ന് പറഞ്ഞാൽ റോഡുകളും തോടുകളും പാലങ്ങളും മാത്രമല്ല. നവകേരളം എന്ന് പറഞ്ഞാൽ സാധാരണക്കാരനായ മനുഷ്യനെ ശാക്തീകരണത്തിൻ്റെ പുതിയ കർമ്മ പദ്ധതിയിലേക്ക് കൊണ്ടുവന്ന് അവന് ജീവിക്കാൻ, അവന് പഠിക്കാൻ, അവന് മുന്നോട്ട് പോകാൻ, മനുഷ്യനെ പോലെ പോരടിച്ച് ഈ ജീവിക്കാൻ ഈ മണ്ണിൽ അവകാശം കൊടുക്കുന്ന ഒരു ഭരണകൂടത്തിൻ്റെ തണല് വേണം എന്നുള്ളത് കൊണ്ടാണ് ഈ കേരളത്തിൽ 64,006 കുടുംബങ്ങളുണ്ട് എന്ന് കേരളത്തിൻ്റെ കുടുംബശ്രീ കണ്ടെത്തിയ 1969 നാട്ടിക പഞ്ചായത്ത് പ്രവർത്തന പരിധിയിൽ സ്ഥാപിച്ച നാട്ടിക സർവീസ് സഹകരണ ബാങ്ക് 15 വർഷം തുടർച്ചയായി ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ചാവക്കാട് താലൂക്കിലെ ക്ലാസ് 1 സ്പെഷ്യൽ ഗ്രേഡ് സഹകരണ സ്ഥാപനമായി വളർന്നിരിക്കുകയാണ്. ബാങ്കിനിപ്പോൾ നാട്ടിക ബീച്ചിലും ചേർക്കരയിലും 2 ബ്രാഞ്ചുകളുണ്ട്. നാട്ടിക ബീച്ച് ബ്രാഞ്ചിന് വേണ്ടി ലാഭത്തിൽ നിന്ന് മാറ്റിവെച്ച 1.5 കോടി ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനമാണ് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ നിർവഹിച്ചത്. CC മുകുന്ദൻ MLA അധ്യക്ഷനായി. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ മുഖ്യാതിഥിയായി. മുകൾ നിലയിലുള്ള AC മിനി ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ, ബാങ്ക് പ്രസിഡന്റ് KK ധർമ്മപാലൻ, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജോഷ് ആനന്ദൻ, MA ഹാരിസ് ബാബു, CPI നാട്ടിക മണ്ഡലം സെക്രട്ടറി KM കിഷോർ കുമാർ, CPIM നാട്ടിക ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KB ഹംസ, NCP നാട്ടിക ബ്ലോക്ക് സെക്രട്ടറി CR സുരേന്ദ്രൻ, ബാങ്ക് വൈസ് പ്രസിഡന്റ് TR വിജയരാഘവൻ, ബാങ്ക് സെക്രട്ടറി TD സുമി എന്നിവർ സംസാരിച്ചു. നാട്ടിക ബീച്ച് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് 14 സെന്റ് സ്ഥലത്ത് 4000 സ്ക്വയർ ഫീറ്റിലാണ് 2 നിലയിലുള്ള കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. 1.5 കോടി രൂപ ചിലവ് ചെയ്ത് നിർമ്മിച്ച കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ ബാങ്കും ഇതിനോട് ചേർന്ന് വളം ഡിപ്പോയും പ്രവർത്തിക്കും. മുകളിലെ നിലയിൽ 120 പേർക്ക് ഇരിക്കാവുന്ന മിനി AC ഹാൾ, ഡൈനിങ് ഹാൾ എന്നിവയാണ് ഒരുക്കിയിട്ടുള്ളത്. കൊടകര ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ സമ്മാനദാനം നടത്തി. തൃപ്പയാർ ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ കൊടകര ബ്രാഞ്ച് ഉദ്ഘാടനത്തിന് പ്രഖ്യാപിച്ച സ്വർണ്ണ ചെയിനിന്റെ വിജയിയായ ശിവൻ വാസുപുരത്തിനും മലേഷ്യൻ ട്രിപ്പിന്റെ വിജയിയായ ശ്രീബാല ആനന്ദപുരത്തിനും ഇഷാര ചെയർമാൻ രാജൻ ചെമ്പാറ സമ്മാനങ്ങൾ നൽകി. MD സാഗർ പോട്ടയിൽ സ്റ്റാഫ് അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. തൃപ്പയാർ വെൽഫെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ചിത്രരചനാ മത്സരത്തിന് അപേക്ഷ ക്ഷണിച്ചു. LP UP വിദ്യാർത്ഥികൾക്കായി പെൻസിൽ ഡ്രോയിങ് മത്സരവും ഹൈസ്കൂൾ +1 +2 വിദ്യാർത്ഥികൾക്കായി വാട്ടർ കളർ മത്സരവുമാണ് തൃപ്പയാർ വെൽഫെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നവംബർ 15 രാവിലെ 10:30 തൃപ്പയാർ NES കോളേജിൽ വെച്ച് സംഘടിപ്പിക്കുന്നത്. പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർ പ്രസിഡന്റ് തൃപ്പയാർ വെൽഫെയർ സൊസൈറ്റി, തൃപ്പയാർ വലപ്പാട് പോസ്റ്റ് എന്ന അഡ്രസ്സിലോ
98 46 66 76 51 എന്ന വാട്സപ്പ് നമ്പറിലോ വിവരങ്ങൾ അയക്കണമെന്ന് അധികൃതർ അറിയിച്ചു. 400ഓളം വരുന്ന കഴിമ്പ്രം വാഴപ്പള്ളി ശ്രീ രാജരാജേശ്വരി ക്ഷേത്രം കുടുംബാംഗങ്ങളുടെ സംഗമം നവംബർ 2-ാം തീയതി ഞായറാഴ്ച രാവിലെ 9:30 മുതൽ വൈകിട്ട് 4:30 വരെ ക്ഷേത്രം ഹാളിൽ വെച്ച് നടക്കും. രാവിലെ ക്ഷേത്രം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന യോഗത്തിൽ എടമുട്ടം ക്രൈസ്റ്റ് കിങ് ചർച്ച് വികാരി ജിബിൻ മായാത്തോടൻ ഉദ്ഘാടനം ചെയ്യും. നാടിന്റെ നാനാഭാഗങ്ങളിലുള്ള കുടുംബാംഗങ്ങളെ പരസ്പരം പരിചയപ്പെടുന്നതിനുള്ള അവസരവും വിവിധങ്ങളായ കളികളും ഓരോ മണിക്കൂറിലും നറുക്കെടുപ്പിലൂടെ സമ്മാനങ്ങളും 4:30 മെഗാ സമ്മാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കയ്പമംഗലം നിയോജക മണ്ഡലത്തിലെ മിനി സിവിൽ സ്റ്റേഷൻ എന്ന ചിരകാല സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു. അന്തിക്കാട് അനധികൃതമായി ഇതര സംസ്ഥാന തൊഴിലാളികളെ താമസിപ്പിച്ചിരുന്ന കെട്ടിടം അടച്ചുപൂട്ടാൻ അധികൃതർ നിർദ്ദേശം നൽകി. പഴുവിൽ കാരുണ്യ നാടകോത്സവം സമാപിച്ചു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.